നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ മനോഹരമായ രണ്ട് എൻഡ് ഗെയിമുകൾ മനസ്സിലാക്കാം. ഇപ്പോൾ ചെസ് ബോർഡിൽ കാണുന്ന ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് ക്യൂനും റൂക്കും ഒരു പോണും മാത്രമാണ് അവശേഷിക്കുന്നത്. എന്നാൽ ബ്ലാക്കിന് വൈറ്റിനെ ചെക്ക്മേറ്റ് ചെയ്യുന്നതിനാവശ്യമായ വളരെയധികം പീസുകൾ ചെസ് ബോർഡിൽ അവശേഷിക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിനെ പരാജയപ്പെടുത്താം. പരമാവധി വൈറ്റിന് ഒരു സമനില ഉണ്ടാക്കിയെടുക്കാം എന്ന രണ്ട് രീതിയിലാണ് ബ്ലാക്കിന് ചിന്തിക്കുവാൻ സാധിക്കുക. എന്നാൽ ഈ ഒരു പൊസിഷനിൽ വൈറ്റ് 100% വിജയം ഉറപ്പിച്ചുകൊണ്ട് ആണ് നീക്കങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ബ്ലാക്കിനെതിരെ വൈറ്റ് എങ്ങനെയാണ് ഒരു വിജയം ഉണ്ടാക്കിയെടുത്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. വൈറ്റിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ക്യൂൻ B3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ A takes G3 എന്ന നീക്കം നടത്തുകയും അതിനുശേഷം റൂക്ക് ടേക്സ് A8 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ഈ ഒരു പൊസിഷനിൽ തടസ്സമായി നിൽക്കുന്നത് G8-ലിരിക്കുന്ന റൂക്കാണ്. ആദ്യം G8-ലിരിക്കുന്ന റൂക്കിനെ ക്യാപ്ചർ ചെയ്തതിന് ശേഷം ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമം നടത്തുക എന്ന പ്ലാനിലാണ് വൈറ്റ് നീക്കങ്ങൾ നടത്തുന്നത്. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ക്യൂൻ B4 ചെക്ക്. വൈറ്റ് ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ A2 എന്ന ഒരു സ്ക്വയറിലേക്ക് മാത്രമാണ് നീക്കം നടത്തുവാൻ സാധിക്കുന്നത്. കിങ് A2, ക്യൂൻ C4 ചെക്ക്, കിങ് A3. ഇപ്പോൾ വൈറ്റിന് ക്യൂൻ ഉപയോഗിച്ചും റൂക്ക് ഉപയോഗിച്ചും G8-ലിരിക്കുന്ന റൂക്കിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കും. എന്നാൽ വൈറ്റ് ഈ ഒരു സാഹചര്യത്തിൽ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം മറ്റൊരു നീക്കമാണ് നടത്തുന്നത്. ക്യൂൻ C5 ചെക്ക്, കിങ് A2, ക്യൂൻ D5 ചെക്ക്. ഇപ്പോൾ ചെസ് ബോർഡിൽ വളരെ മനോഹരമായ ഒരു പൊസിഷനിലാണ് വൈറ്റിൻ്റെ ക്യൂനിരിക്കുന്നത്. ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്ത് എന്നതിലുപരി കിങ്ങിനെയും ബ്ലാക്കിൻ്റെ രണ്ട് റൂക്കുകളെയും ഒരേ സമയം ആക്രമിക്കുവാൻ വൈറ്റിൻ്റെ ക്യൂനിന് സാധിക്കുന്നു. എന്നാൽ ഇപ്പോൾ A8-ലിരിക്കുന്ന റൂക്കിനെയാണോ G8-ലിരിക്കുന്ന റൂക്കിനെയാണോ ക്യാപ്ചർ ചെയ്യേണ്ടത് എന്ന ഒരു കൺഫ്യൂഷനാണ് നമുക്കുണ്ടാവുക. എന്നാൽ ഈ ചെക്ക് മാറുന്ന സമയത്ത് വൈറ്റിൻ്റെ അടുത്ത നീക്കം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. കിങ് A3. വൈറ്റിൻ്റെ അടുത്ത നീക്കം എന്തായിരുന്നു എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിനു ശേഷം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. ക്യൂൻ D6 ചെക്ക്, കിങ് A2, ക്യൂൻ E6 ചെക്ക്. വൈറ്റിൻ്റെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് കിങ്ങിന് ചെക്ക് നൽകുകയും G8-ലിരിക്കുന്ന റൂക്കിൻ്റെ അടുത്തേക്ക് നീക്കം നടത്തുകയും ചെയ്യുന്നു. വൈറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ഫോർസ്ഡ് മൂവോടെ G8-ലിരിക്കുന്ന റൂക്കിനെ ക്യാപ്ചർ ചെയ്യുകയും അതിനുശേഷം ബ്ലാക്കിൻ്റെ കിങ്ങിനെ ആക്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കിങ് A3, ക്യൂൻ E7 ചെക്ക്, കിങ് A2, ക്യൂൻ F7 ചെക്ക്, കിങ് A3. ഇപ്പോൾ ബ്ലാക്കിൻ്റെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം വൈറ്റ് ക്യൂൻ F8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുന്നു. ക്യൂൻ F8 പ്ലസ് റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ക്യാപ്ചർ ചെയ്തില്ലെങ്കിൽ വൈറ്റ് അടുത്ത നീക്കത്തിൽ ക്യൂൻ ടേക്സ് G8 എന്ന നീക്കം നടത്തുക എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. റൂക്ക് ടേക്സ് F8, റൂക്ക് ഉപയോഗിച്ച് ക്യൂനിനെ ക്യാപ്ചർ ചെയ്യുന്നു. G ടേക്സ് F8 സമം ക്യൂൻ ചെക്ക്. G7-ലിരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുകയും പോൺ പ്രൊമോഷൻ നടത്തിക്കൊണ്ട് ക്യൂൻ വാഴിച്ചെടുത്ത് ഒരു ചെക്ക് നൽകുന്നു. കിങ് A2. ഇപ്പോൾ വൈറ്റിന് റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ റൂക്കിനെ സ്വന്തമാക്കുവാൻ സാധിക്കും. ക്യൂൻ F7 ചെക്ക്. വൈറ്റ് ക്യൂനിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം ബ്ലാക്കിൻ്റെ കിങ്ങിനെ ആക്രമിക്കുന്നു. കിങ് A3, ക്യൂൻ E7 ചെക്ക്, കിങ് A2,
ക്യൂൻ E6 ചെക്ക്, കിങ് A3. വൈറ്റ് ക്യൂനിനെ ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ അടുത്തേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ക്യൂൻ D6 പ്ലസ് കിങ് A2. ക്യൂൻ D5 ചെക്ക്. ക്യൂൻ ഉപയോഗിച്ച് കിങ്ങിന് ഒരു ചെക്ക് നൽകുകയും A8 ഇരിക്കുന്ന റൂക്കിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. കിങ് A3. ക്യൂൻ C5 പ്ലസ് ക്യൂൻ ഉപയോഗിച്ച് A8 ഇരിക്കുന്ന റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം ക്യൂൻ C5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുന്നു. കിങ് A2. ക്യൂൻ C4 ചെക്ക്, കിങ് A3. ക്യൂൻ B4 ചെക്ക്. ക്യൂൻ ഉപയോഗിച്ച് ഈ ഒരു പൊസിഷനിലെ ആദ്യ നീക്കത്തിൽ B4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുന്നു. തുടർച്ചയായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ക്യൂനിനെ വീണ്ടും B4 എന്ന സ്ക്വയറിലേക്ക് എത്തിക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. എന്നാൽ വൈറ്റിൻ്റെ അടുത്ത നീക്കം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിരുന്നു. എന്തായിരുന്നു വൈറ്റിൻ്റെ തുടർന്നുള്ള നീക്കങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. കിങ് A2. ക്യൂൻ B3 ചെക്ക്. ക്യൂൻ B3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ A takes B3 എന്ന നീക്കം നടത്തുവാൻ ബ്ലാക്ക് നിർബന്ധിതമാകുന്നു. A takes B3. റൂക്ക് ടേക്സ് എ ചെക്ക് മേറ്റ്. ഇനി നമുക്ക് മറ്റൊരു എൻഡ് ഗെയിം നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിനും വൈറ്റിനും ഒരു റൂക്കും ക്യൂനുമാണ് ചെസ് ബോർഡിലുള്ളത്. ഈ ഒരു പൊസിഷനിൽ വൈറ്റിൻ്റെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിനെ 8th റാങ്കിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് കിങ്ങിന് മുൻപിലോട്ട് നീക്കം നടത്തുവാൻ സാധിക്കില്ല. പക്ഷേ ബ്ലാക്കിൻ്റെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിൻ്റെ ക്യൂനിനെ പിൻ ചെയ്ത് വെച്ചതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ ഒരു കാരണവശാലും ക്യൂൻ ഉപയോഗിച്ച് ഒരു നീക്കം നടത്തുവാൻ സാധിക്കില്ല. എന്നാൽ വൈറ്റ് വളരെ രസകരമായി ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഈ ഒരു ഗെയിം വിജയിക്കുന്നു. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. റൂക്ക് D3 ചെക്ക്. റൂക്ക് ഉപയോഗിച്ച് ഒരു ചെക്ക് നൽകുമ്പോൾ കിങ്ങിന് C8 എന്ന ഒരു സ്ക്വയറിലേക്ക് മാത്രമാണ് നീക്കം നടത്തുവാൻ സാധിക്കുന്നത്. കിങ് C8. റൂക്ക് C3 ചെക്ക്. റൂക്ക് ഉപയോഗിച്ച് ഒരു ചെക്ക് നൽകുന്നതിനും വൈറ്റിൻ്റെ ക്യൂനിനെ പിന്നിങ്ങിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും സാധിക്കുന്നു. എന്നാൽ ഇനി ബ്ലാക്കിൻ്റെ കിങ് D8 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ക്യൂൻ C7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. കിങ് B8. ക്യൂൻ C7 ചെക്ക്. കിങ് A8. ക്യൂൻ A5 ചെക്ക്. കിങ് B7. അടുത്ത ഒരു ഘട്ടമായി വൈറ്റ് ചെയ്യേണ്ടത് ക്യൂൻ B2 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ പിന്നിങ്ങിൽ നിന്ന് സ്വതന്ത്രമാക്കുകയാണ്. ആ ഒരു നീക്കം നടത്തുന്നതിന് വേണ്ടി വൈറ്റിൻ്റെ ക്യൂനിനെ B2 എന്ന സ്ക്വയറിൽ എത്തിക്കുന്നതിന് വേണ്ടി വൈറ്റ് ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ക്യൂൻ B4 ചെക്ക്. കിങ് A6. ക്യൂൻ A3 ചെക്ക്. കിങ് B7. ക്യൂൻ B2 ചെക്ക്. ക്യൂൻ ഉപയോഗിച്ച് B2 എന്ന സ്ക്വയറിൽ നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ വൈറ്റിൻ്റെ റൂക്കിനെ പിന്നിങ്ങിൽ നിന്ന് സ്വതന്ത്രമാക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. കിങ് A5. ഇനി റൂക്ക് ഉപയോഗിച്ച് ഒരു നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ ക്യൂൻ പിന്നിങ്ങിലാവുകയും ബ്ലാക്കിനെ ചെക്ക് മേറ്റ് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്നു. റൂക്ക് A3 ചെക്ക് മേറ്റ്. ഇനി നമുക്ക് ഈ ഒരു ഗെയിമുമായി സാമ്യമുള്ള മറ്റൊരു ഗെയിം കൂടെ നോക്കാം. ഇപ്പോൾ നമ്മൾ ചെസ് ബോർഡിൽ കാണുന്ന ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിൻ്റെ ക്യൂനിനും കിങ്ങിനുമെതിരെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു സമനില ഉണ്ടാക്കുന്നതിന് വേണ്ടി ബ്ലാക്ക് ഉപയോഗിക്കുന്ന മാർഗം നമുക്ക് മനസ്സിലാക്കാം. റൂക്ക് A2 ചെക്ക്. കിങ് B7. റൂക്ക് B2 ചെക്ക്.
ബ്ലാക്കിൻ്റെ കിങ്ങിന് C5ലേക്ക് നീക്കം നടത്തുവാൻ സാധിക്കുകയില്ല. കാരണം കിങ്ങിന് C5ലേക്ക് നീക്കം നടത്തുകയാണെങ്കിൽ റൂക്ക് C2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു പിന്നിങ്ങിലൂടെ ക്യൂനിനെ സ്വന്തമാക്കുവാൻ റൂക്കിന് സാധിക്കുന്നു. കിങ് A6, റൂക്ക് A2 ചെക്ക്, കിങ് B5, റൂക്ക് B2 ചെക്ക്, കിങ് A4. ബ്ലാക്കിൻ്റെ കിങ് വൈറ്റിൻ്റെ കിങ്ങിനെയും റൂക്കിനെയും ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വൈറ്റിൻ്റെ പീസുകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. റൂക്ക് A2 ചെക്ക്, കിങ് B3. അടുത്ത നീക്കത്തിൽ ബ്ലാക്ക് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുന്നു. റൂക്ക് A3 ചെക്ക്. ബ്ലാക്കിൻ്റെ കിങ്ങിനെ മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുകയാണെങ്കിൽ ക്യൂൻ നഷ്ടപ്പെടുന്നു. കിങ് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ സ്റ്റെയിൽമേറ്റിലൂടെ ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. റൂക്ക് ടേക്സ് A3 ചെക്ക്, സ്റ്റെയിൽമേറ്റ്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.